ഹായ് ഓൾ, വെൽക്കം ടു എക്സാം ടി വി. 64ാമത് കേരളപ്പിറവി ആഘോഷത്തിനോടനുബന്ധിച്ച് കേരള PSC വൻ അവസരമാണ് KAS വിജ്ഞാപനത്തിലൂടെ നൽകിയിരിക്കുന്നത്. സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി നിയമന രീതി, പരീക്ഷാഘടന, പാഠ്യപദ്ധതി തുടങ്ങിയ സമഗ്രമായ വിവരങ്ങളോടെയാണ് കേരള PSC KASന്റെ വിജ്ഞാപനം തയ്യാറാക്കിയിരിക്കുന്നത്. കേരളത്തിലെ ബിരുദധാരികളായ ഉദ്യോഗാർത്ഥികൾക്ക് പുറമെ നിലവിൽ ഗവൺമെൻറ് സർവീസിലുള്ളവർക്കും ഒരുപോലെ അവസരങ്ങളാണ് കേരളത്തിൻ്റെ സിവിൽ സർവീസ് എന്നുകൂടി വിളിപ്പേരുള്ള KAS നൽകുന്നത്. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് കേരള PSC KAS വിജ്ഞാപനമിറക്കിയിരിക്കുന്നത്. നമ്മുടെ സമീപ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് വർഷങ്ങളായി നിലവിലുണ്ടെങ്കിലും കേരളത്തിന് മാത്രമായി ഇതുവരെ സിവിൽ സർവീസ് ഉണ്ടായിരുന്നില്ല. ദീർഘകാലത്തെ ചർച്ചകൾക്കൊടുവിൽ 2018 ജാൻ 1 KAS നിലവിൽ വന്നു. സാധാരണയായിൽ നിന്നും വ്യത്യസ്തമായി നിയമന രീതി, പരീക്ഷാഘടന, പാഠ്യപദ്ധതി തുടങ്ങി സമഗ്രമായ വിവരങ്ങളോടെയാണ് കേരള PSC KASന്റെ വിജ്ഞാപനം തയ്യാറാക്കിയിരിക്കുന്നത്. എന്താണ് KAS? കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് സെക്കൻഡ് ഗസറ്റഡ് റാങ്ക് ഓഫീസർ തസ്തികയിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് KAS. മോഡേൺ ടെക്നോളജിയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് കാര്യക്ഷമമാക്കാൻ യുവതലമുറ ഉദ്യോഗസ്ഥരെ സൃഷ്ടിക്കുകയാണ് KAS ചെയ്യുന്നത്. ഭരണനിർവഹണത്തിൻ്റെ മധ്യനിരയിലെ പ്രൊഫഷണലുകളുടെ അഭാവം നിമിത്തം പല സർക്കാർ പദ്ധതികളും ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് മറികടക്കാനുള്ള മാർഗമാണ് സർക്കാർ KASലൂടെ തേടുന്നത്. കേന്ദ്ര സർവീസിൽ IAS എക്സാം എഴുതി വരുന്നവർക്ക് പുറമെ 1/3 വേക്കൻസികൾ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ നിന്നുമാണ് നികത്തപ്പെടുക. എന്നാൽ കേരളത്തിൽ ഇതുവരെ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് നിലവിലില്ലാതിരിക്കുന്നത് കൊണ്ട് ഈ 1/3 വേക്കൻസികൾ ഡെപ്യൂട്ടി കളക്ടർ തസ്തികയിൽ നിന്നുമാണ് നികത്തപ്പെട്ടിരിക്കുന്നത്. അതായത് ഡെപ്യൂട്ടി കളക്ടർക്ക് അവരുടെ എക്സ്പീരിയൻസും പെർഫോമൻസും കണക്കിലെടുത്ത് IAS കോൺഫർ ചെയ്ത് കൊടുത്തിരുന്നത്. ഡെപ്യൂട്ടി കളക്ടർ തസ്തികയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് 2 രീതിയിലാണ്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്, അതായത് ഡയറക്റ്റ് നോട്ടിഫിക്കേഷൻ നൽകി എക്സാം നടത്തി നേരിട്ട് നിയമനം നടത്തണം. 2 ബൈ പ്രൊമോഷൻ, അതല്ലാതെ ത്രൂ പ്രൊമോഷൻ, അതായത് റവന്യൂ വകുപ്പിലെ LDC ക്ലർക്ക് തസ്തികകളിൽ നിന്ന് പ്രൊമോഷൻ ലഭിച്ച ഡെപ്യൂട്ടി കളക്ടർ വരെയാകാം. എന്നാൽ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോസ്റ്റിലുള്ള ഒരാൾക്ക് ഒരിക്കലും പ്രൊമോഷൻ വഴി ഡെപ്യൂട്ടി കളക്ടർ ആകാൻ കഴിയില്ല. പക്ഷേ LDCയിലേക്ക് നിയമനം ലഭിക്കുന്നവരുടെ എണ്ണം താരതമ്യേന കുറവായതിനാൽ തന്നെ ഡെപ്യൂട്ടി കളക്ടറുടെ തസ്തികയും അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ തസ്തികയുടെയും വേക്കൻസികൾ പൂർണ്ണമായും ഫിൽ ചെയ്യാൻ സാധിക്കാറില്ല. ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ ഓഫീസർക്ക് 1-ലധികം വകുപ്പുകൾ കൈകാര്യം ചെയ്യേണ്ടി വരുന്നു. ഇത് ഓരോന്നിൻ്റെയും കാര്യക്ഷമമായ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നു. അതായത് എല്ലാം തന്നെ എഫിഷ്യൻ്റായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വരുന്നു. ഇവിടെയാണ് KASന്റെ പ്രാധാന്യം. ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് KAS വിജ്ഞാപനം വന്നിരിക്കുന്നത്. KASന്റെ കാറ്റഗറീസ് ഏതെല്ലാം എന്ന് നോക്കാം. ജൂനിയർ ടൈം സ്കെയിൽ, സീനിയർ ടൈം സ്കെയിൽ, സിലക്ഷൻ ഗ്രേഡ് സ്കെയിൽ, സൂപ്പർ ടൈം സ്കെയിൽ. ഇതിൽ ജൂനിയർ ടൈം സ്കെയിൽ കാറ്റഗറിയാണ് നോട്ടിഫിക്കേഷനിലൂടെ ഫിൽ ചെയ്യുന്നത്. ബാക്കിയുള്ള 3 പ്രൊമോഷൻ ബേസിലാണ് ഫിൽ ചെയ്യുന്നത്. KAS എക്സാം എഴുതി സെലക്ട് ആകുന്ന കാൻഡിഡേറ്റ്സ് ജൂനിയർ ടൈം സ്കെയിൽ ഓഫീസർ, അതായത് വിവിധ വകുപ്പുകളിലെ സെക്കൻഡ് ഗസറ്റ് പോസ്റ്റ് ആയിട്ടാണ് അവരുടെ കരിയർ ആരംഭിക്കുന്നത്. ജൂനിയർ ടൈം സ്കെയിൽ പോസ്റ്റിൽ 8 വർഷം പൂർത്തിയാക്കുന്നവർക്ക് സീനിയർ ടൈം സ്കെയിൽ പോസ്റ്റിലേക്ക് പ്രൊമോഷൻ ആകും. സീനിയർ ടൈം സ്കെയിൽ പോസ്റ്റിൽ 6 വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിലക്ഷൻ ഗ്രേഡ് സ്കെയിലായി പ്രൊമോട്ട് ചെയ്യപ്പെടും. സിലക്ഷൻ ഗ്രേഡ് സ്കെയിലിൽ 8 വർഷം കംപ്ലീറ്റ് ചെയ്താൽ സൂപ്പർ ടൈം സ്കെയിൽ പോസ്റ്റിലേക്ക് പ്രൊമോഷൻ ആകും. ജൂനിയർ ടൈം സ്കെയിലിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് 3 സ്ട്രീമുകളായിട്ടാണ്. 1 ഓപ്പൺ കാറ്റഗറി, 2 ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻറ്റ്, 3 ബൈ ട്രാൻസ്ഫർ അപ്പോയിൻമെൻറ്റ്. ഓപ്പൺ കാറ്റഗറി ഇതിൽ ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് നടത്തുന്നത്. അതായത് നിലവിൽ ഗവൺമെൻറ് സർവീസിൽ വർക്ക് ചെയ്യാത്തവർക്കായിട്ടുള്ള റിക്രൂട്ട്മെൻ്റ് ആണത്. ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് 21 തൊട്ട് 32 വയസ്സ് വരെയാണ്. OBCക്ക് 3 വർഷവും SC/STക്ക് 5 വർഷവും വയസ്സിളവ് ഉണ്ട്. അതായത് OBCക്ക് 35 വയസ്സ് വരെയും SC/STക്ക് 37 വയസ്സ് വരെയും അപേക്ഷിക്കാം. അടുത്ത 2 സ്ട്രീമും നിലവിൽ ഗവൺമെൻറ് സർവീസിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിൽ ആദ്യത്തേത് ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻറ്റ് ഫസ്റ്റ് ഗസറ്റഡ് റാങ്കിന് താഴെയുള്ള ഗവൺമെൻറ് എംപ്ലോയീസിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഏജ് ലിമിറ്റ് വരുന്നത് 21 മുതൽ 40 വയസ്സ് വരെ. മൂന്നാമത്തെ സ്ട്രീം ഫസ്റ്റ് ഗസറ്റഡ് റാങ്കോ അതിനു മുകളിലോ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഏജ് ലിമിറ്റ് അപ് ടു 50 ഇയേഴ്സ്. മൂന്നാമത്തെ കാറ്റഗറിയുടെ ക്വാളിഫിക്കേഷൻ വരുന്നത് ഗ്രാജുവേഷനാണ്. ഏതെങ്കിലും അംഗീകൃത യൂണിവേഴ്സിറ്റിയുടെ ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. പ്രൊഫഷണൽ ഡിഗ്രിയും ആകാം.
തത്തുല്യ യോഗ്യത അവകാശപ്പെട്ട് അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾ യോഗ്യതയുടെ തത്തുല്യത തെളിയിക്കുന്ന സർക്കാർ ഉത്തരവ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ സമയത്ത് ഹാജരാക്കേണ്ടതാണ്. ഈ 3 കാറ്റഗറിയിലും വേക്കൻസീസ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് 1:1:1 റേഷ്യോയിലാണ്. ഇപ്പോഴത്തെ വിജ്ഞാപന പ്രകാരം നിലവിൽ വരുന്ന റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 1 വർഷമാണ്. 2018 ജനുവരി 1 KAS നിലവിൽ വന്നതു മുതലുള്ള ഒഴിവുകളാണ് PSCക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരിക. KASന്റെ സ്ട്രീം 2 ആൻഡ് സ്ട്രീം 3 എന്നിവയിൽ ഉൾപ്പെടുന്ന ഉദ്യോഗസ്ഥരുടെ വിരമിക്കൽ വേഗത്തിലായിരിക്കും. മാത്രമല്ല, നിലവിൽ പല വകുപ്പുകളിലെയും ഉന്നത പദവികളിൽ താരതമ്യേന പ്രായം കുറഞ്ഞ ഉദ്യോഗസ്ഥരാണുള്ളത്. ഈ വകുപ്പുകളിലെ KAS തസ്തികകളിൽ 1-2 വർഷത്തിനകം ഒഴിവുണ്ടാകണമെന്നില്ല. ഇതിനർത്ഥം ജൂനിയർ ടൈം സ്കെയിലിലെ മുഴുവൻ തസ്തികകളും നിയമനം പൂർത്തിയാക്കാൻ കുറഞ്ഞത് 10 വർഷത്തിലേറെ വേണ്ടിവരുമെന്നാണ്. അതുകൊണ്ട് തന്നെ KAS നോട്ടിഫിക്കേഷനും നിയമനവും കേരള PSCയുടെ സ്ഥിരം റിക്രൂട്ട്മെന്റുകളിൽ ഒന്നാവാനാണ് സാധ്യത. നിലവിൽ ജൂനിയർ ടൈം സ്കെയിൽ തസ്തികകളിലെ ഏറ്റവും ഉയർന്ന ശമ്പളമുള്ള പോസ്റ്റുകളാണ് ജില്ലാ സപ്ലൈ ഓഫീസർ, ഡെപ്യൂട്ടി രജിസ്ട്രാർ, ഡെപ്യൂട്ടി ഡയറക്ടർ, ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ, അസിസ്റ്റന്റ് ഡെവലപ്മെന്റ് കമ്മീഷണർ, ഡിസ്ട്രിക്ട് ട്രഷറി ഓഫീസർ ആൻഡ് ഡെപ്യൂട്ടി കളക്ടർ. ഈ തസ്തികകളുടെ എല്ലാം നിലവിലെ ശമ്പള സ്കെയിൽ 45,800 to 89,000 ആണ്. ഇതിനു പുറമെ അടിസ്ഥാന ശമ്പളത്തിൻ്റെ 10% വരെ ഗ്രേഡ് പേയും ലഭിക്കും. സോ KASൽ പ്രവേശനം ലഭിക്കുന്നയാൾക്ക് ഇപ്പോഴത്തെ നിലയിൽ ലഭിക്കാവുന്ന ആദ്യ മാസ ശമ്പളം 65,000 രൂപയോളമാണ്. KASന്റെ സെലക്ഷൻ പ്രോസസ്സ് 3 സ്റ്റേജസിലായിട്ടാണ് നടത്തുന്നത്. ആദ്യം പ്രിലിംസ് ഒബ്ജക്റ്റീവ്, രണ്ടാമത് മെയിൻ ഡിസ്ക്രിപ്റ്റീവ്, മൂന്നാമത് ഇൻ്റർവ്യൂ. UPSCയുടെ സിവിൽ സർവീസിൻ്റെ സെയിം പാറ്റേൺ തന്നെയായിരിക്കും KASനും. ഇതിൻ്റെ പ്രിലിംസ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും. സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്നത് പോലെ തന്നെ മെയിനും കൂടി വേണ്ടിയാകണം നമ്മൾ പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യാൻ. എന്നാൽ പ്രിലിംസ് എന്ന് പറയുന്നത് സ്ക്രീനിങ് ടെസ്റ്റ്, അതായത് പ്രിലിമിനറി ഒരു എലിമിനേഷൻ റൗണ്ടായി കണക്കാക്കാം. ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണിത്. ഇതിൻ്റെ മാർക്ക് ഒരിക്കലും റാങ്ക് മേക്കിങ്ങിൽ വരില്ല. ഈ പരീക്ഷയിൽ നിന്ന് മാർക്ക് അടിസ്ഥാനത്തിൽ പ്രൊവിഷണൽ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. ലിസ്റ്റിൽ എത്ര പേർ ഉൾപ്പെടുമെന്ന് അപ്പോൾ മാത്രമാണ് PSC തീരുമാനിക്കുക. ഈ ഘട്ടത്തിൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉണ്ടാകും. തുടർന്ന് മെയിൻ പരീക്ഷയും ഇൻ്റർവ്യൂവും അതിനുശേഷമാണ് റാങ്ക് ലിസ്റ്റിൽ പ്രസിദ്ധീകരിക്കുക. KAS എക്സാമിൻ്റെ വിശദമായ പാറ്റേണും സിലബസും എല്ലാം നമുക്ക് അടുത്ത വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. എക്സാം TVയുടെ കൂടുതൽ വീഡിയോസിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്